സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ആഹ് ഒരു സെഷൻ കൂടെ, ഇരുണ്ട വലയുടെ നേർക്കാഴ്ചകൾ. സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു വിഷയം. ഗ്രൂമിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള വിഷയമാണ്. സൈബർ ഗ്രൂമിംഗ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നല്ലതുണ്ട്. പക്ഷേ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ ഓൾഡ് ജനറേഷൻ, അതുപോലെ തന്നെ കുട്ടികൾ, ഇങ്ങനെയൊക്കെ വരുന്ന തലങ്ങളിൽ ഈ സൈബർ ഗ്രൂമിങ്ങിൻ്റെ ചില ചതിക്കുഴികളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇന്ന് ഒരിക്കൽ കൂടി അനാവരണം ചെയ്യുകയാണ് ഉലയനൻ സർ. തീർച്ചയായിട്ടും സാറിനോട് ഒപ്പം സഞ്ചരിക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉലയനൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഈ സൈബർ വലയുടെ, കറുത്ത വലയുടെ മൂന്നാം ഭാഗം ഇതിങ്ങനെ തീരാതെ പോവുകയാണ്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ പത്രത്തിൽ കാണുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നു. പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ചില ലേഖനങ്ങൾ ദർശന സിസ്റ്റർ അവരുടേതും, പിന്നെ നമ്മുടെ നെറ്റിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, പത്രവാർത്തകൾ. അപ്പൊ ഇന്നും അത്തരം ഒരു സാധനമാണ് എന്റെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ എല്ലാവരും ഇതുമായിട്ട് പരിചിതരായിരിക്കാം. നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന പരാതി മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, എന്നാൽ എടുക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട്, എടോ താൻ ഇങ്ങനെയൊക്കെ പാടുപെടുന്നത് കേൾവിക്കാരെല്ലാം വൃദ്ധരല്ലേ? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു വൃദ്ധരാണെന്ന്? ഞാൻ വൃദ്ധനാണ്? അല്ല, എന്റെ പ്രായക്കാരും എന്നെ താഴെയുള്ളവരൊക്കെയാണ്. ഞാനും എന്റെ പ്രായക്കാരും ശ്രമിക്കുന്നത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ അവരെ ഇപ്പോൾ തന്നെ ബോധവൽക്കരിക്കുക. ചാടി കഴിഞ്ഞിട്ട് ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. ഇത് ആരിൽ നിന്നും ഒരു നയ പൈസ ആരും സ്വീകരിച്ചിട്ടല്ല. ഈ നമ്മുടെ ഈ സൈബറിടം നമുക്കിപ്പോ തരുന്ന സാബു സാറ്, അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. അതായിട്ട് കാണുക, നിങ്ങളും കേൾക്കുക എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് തന്നെയാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിലൊക്കെ ഇനി എന്താ കാര്യം? ഞങ്ങൾക്ക് എന്താ കാര്യം? ഉണ്ട്, നിങ്ങൾക്കേ കാര്യമുള്ളൂ. ഞാൻ തുടങ്ങുകയാണ്. സൈബർ സൈബർ ഗ്രൂമിംഗ്, സ്ട്രേഞ്ചർ ഓൺലൈൻ, അല്ലെങ്കിൽ സ്റ്റേ അലേർട്ട് ഓൺ ഇറ്റ്. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് സ്ട്രേഞ്ചറാണ്. ഒരു പരിചയമില്ലാത്ത അപരിചിതൻ നമ്മുടെ മുമ്പിൽ കടന്നു വരികയാണ്. നാം ഓൺലൈൻ സർവീസുകൾ ധാരാളമായി ഉപയോഗിക്കുന്നവരാണ്. അതിന്റെ പ്രയോജനങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. പക്ഷെ നാം ശ്രദ്ധിക്കാൻ മറന്നു പോവാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾ സൈബർ ഗ്രൂമിങ്ങിലൂടെ പല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നു. മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഉള്ള ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ചില ബന്ധങ്ങൾ നമ്മുടെ മക്കൾ സ്ഥാപിച്ചെടുക്കുന്നു. ചെറുപ്പക്കാരോ കുട്ടികളോ മാത്രമല്ല അത് സ്ഥാപിച്ചെടുക്കുന്നത്. ഇടപ്രായക്കാർ, മിഡിൽ ഏജസ്, അവരും സ്ഥാപിച്ചെടുക്കുന്നുണ്ടത്. അവർ പല കുട്ടികളെക്കാൾ വേഗത്തിൽ ദുരന്തങ്ങളിലേക്ക് എത്തുന്നത് ഈ മധ്യവയസ്കരാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്, ദൈവമേ, ഇങ്ങനെയൊരു സ്ഥലം ഇപ്പോഴാണല്ലോ കണ്ടുപിടിച്ചത്. വി ആർ ലേറ്റ്. ഞാൻ പറയുന്നു, യു ആർ ലേറ്റ്, നോട്ട് ദ ലേറ്റ്. യു ആർ ലേറ്റ് ബട്ട് നോട്ട് ദ ലേറ്റ്. ആ ഒരു ആശ്വാസത്തിൽ നമുക്കിത് കേൾക്കാം. അപ്പൊ നമ്മുടെ മക്കൾ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവര് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ കൈയൊപ്പ് നാം അവരോടൊപ്പം ഉണ്ടാവും. ഇതൊരു ചതിക്കുഴി. സൈബർ ഗ്രൂമിംഗ് എന്നുള്ളത് ഒരു ചതിക്കുഴിയാണ് യഥാർത്ഥത്തിൽ. അതിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ ബോധവാന്മാരാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 100-ൽ 40 കുട്ടികൾ, കൗമാരക്കാർ, ചെറുപ്പക്കാർ ഇതിന്റെ ഇരകളാണ്. ആ വാക്കാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്.
ഇതിന്റെ ഇരകളാണ്. ഗ്രൂമേഴ്സ് വേട്ടക്കാരാണ്, അതിൽ ചെന്ന് ചാടുന്നവർ ഇരകളാണ്. അപ്പോ ആ ഇരകളിൽ ഒരാൾ ഞാനാണോ, എന്റെ മക്കളാണോ, കൗമാരം കടന്ന് കയറി വരുന്ന അവരാണോ, നാം ബോധപൂർവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്താണ് സൈബർ ഗ്രൂമിംഗ് എന്നുള്ളതിനെ കുറിച്ചുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 2 മിനിറ്റ് നിങ്ങളോട് ആ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എന്താണ് സൈബർ ഗ്രൂമിംഗ്? സമയം തീരെ കളയാനില്ല, 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. എങ്കിലും പറയൂ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. അറിയുന്നത് ശരി പുതിയ തെറ്റുകൾ പുതിയ പുതിയ തലമുറയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു എന്ന വ്യാജേന അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില തലങ്ങളാണ്. യെസ് സർ, അത് തന്നെയാണ് അതിന്റെ ശരി. എനിക്ക് ആവശ്യമുള്ളത് ആരും അറിയാതെ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് എന്നെ പൂർണ്ണമായും വിശ്വസിപ്പിക്കുന്ന തലത്തിലുള്ള വ്യക്തിയാണ് ഈ ഗ്രൂമർ. അത് വ്യക്തിയാണ്, ഇൻഡിവിജ്വലാണ്. അപ്പോ ഓൺലൈനിലൂടെ കുട്ടികളും കൗമാരക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന രീതിയാണ് ഈ സൈബർ ഗ്രൂമിംഗ്. ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. കുട്ടികൾ മാത്രമല്ല, പലപ്പോഴും മുതിർന്നവർ ഇതിന് ഇരകളാവുകയാണ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് മറ്റ് ഡിജിറ്റൽ ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിച്ച് കുട്ടികളോ കൗമാരക്കാരോ സമീപിക്കുകയും ക്രമേണ അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യുന്നു. അവരെ ലൈംഗിക ചൂഷണത്തിന് മറ്റും ഇരയാക്കുകയോ വിധേയരാക്കുകയോ അതിന് പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരാണ് ഈ സൈബർ ഗ്രൂമിംഗ്, സൈബർ ഗ്രൂമേഴ്സ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് സൈബർ ഗ്രൂമിംഗ്. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയല്ല, ഒരു ആക്രമണമല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് സംഭവിക്കുന്നില്ല, ഇതൊരു ആക്രമണമല്ല, മറിച്ച് സൗഹൃദം ഭാവിക്കുന്നു, സഹാനുഭൂതി മുന്നിലിടുന്നു, സ്നേഹം, ഇതെല്ലാം ആവോളം വിളമ്പിക്കൊടുത്ത് കുട്ടികളെയും മുതിർന്നവരെയും കൗമാരക്കാരെയും വളച്ചെടുക്കുന്ന രീതിയാണ് സൈബർ ഗ്രൂമിംഗ്. അവര് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് സ്നേഹത്തിന്റെ, കരുതലിന്റെ, പൊതു ആവശ്യങ്ങളുടെ മുൻപിൽ വിത്ത് എംപതറ്റിക് അപ്രോച്ച് അത് അവർ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. അതുവഴി അവരിലേക്ക് അടുത്തു വരുന്ന ഇരകളെ അവർ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് സൈബർ ഗ്രൂമിംഗ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഉസ്താദ് സാറ് പറഞ്ഞ അതാണ്. പുതുതലമുറയ്ക്ക് എന്തു വേണമെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നു എന്ന ഭാവേനെ അടുത്തു വരികയും അവരിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്ന ഒരു ചിത്രമാണ് ഈ സൈബർ ഗ്രൂമിങ്ങിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ ഈ സൈബർ ഗ്രൂമിങ്ങിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഗെറ്റ് ട്രസ്റ്റ് ഫ്രം ദി ചൈൽഡ്. ആ കുട്ടിയിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുക. അത് മാത്രമല്ല, then intimate personal data to them. അതും കഴിഞ്ഞില്ല, often there occur sexual chat. ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. പേഴ്സണൽ ഡാറ്റ കൈമാറാനുള്ള വിശ്വാസം ഗ്രൂമർ ആ കുട്ടിയിൽ എത്തിക്കുന്നു അയാളുടെ പ്രവൃത്തി കൊണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സെക്ഷൽ വീഡിയോസ് അവന്റെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു ബ്ലാക്ക്മെയിൽ ഹിം. അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നേടിയെടുക്കാനും അവനെ ത്രട്ടണിങ്, അവൻ ഇട്ടുകൊടുക്കുന്ന ഇൻപുട്ടുകൾ അവൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിമത്തത്തിലേക്ക് അവൻ വരുന്നു എന്ന് കണ്ടാൽ ആന്റി സോഷ്യലിസ്റ്റ്
ആൻഡ് ക്രിമിനൽസ് ആക്കി വളർത്തിയെടുക്കാനും ആ ക്രിമിനാലിറ്റി സമൂഹത്തിൽ എത്തിക്കാനും ശ്രമിക്കുന്ന ഗ്രൂമേഴ്സ് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്, അപകടകരമായ കാര്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് എവിടെയൊക്കെയാണ് ഈ സൈബർ പ്ലാറ്റ്ഫോംസ്, ഏതൊക്കെയാണ് ഈ സൈബർ പ്ലാറ്റ്ഫോംസ് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് കാണേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ ഈ സൈബർ ഗ്രൂമിംഗ് ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, പിന്നെയോ ഡേറ്റിംഗ് ആപ്പ്. ഇപ്പൊ വളരെ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ഡേറ്റിംഗ് ആപ്പ്. അപ്പോ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നമുക്ക് അപരിചിതരുമായി എളുപ്പത്തിൽ ഇടപഴകാൻ കഴിയുന്നത്. അപരിചിതരുമായി എളുപ്പത്തിൽ ഇടപഴകാൻ കഴിയുന്ന ചാറ്റ് ബോക്സുകളാണ്, മീഡിയ സെന്ററുകളാണ് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും. ഈ ഫേസ്ബുക്കിലൊക്കെ വല്ലാതെ തപ്പിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെ നിന്നുള്ള ആളുകളൊക്കെയാണ് എനിക്ക് ഫ്രണ്ട്സ് റിക്വസ്റ്റ് തരുന്നത്. അടിക്കുന്നില്ല, അത് വേറെ കാര്യം. എന്റെ സമയം എനിക്ക് കളയാനില്ല അധികം. ചിലപ്പോഴൊക്കെ ഒരു കൗതുകത്തിന് ഒരു കുത്തുകുത്തായി കുത്തിക്കഴിഞ്ഞാൽ പിന്നെ മെസ്സേജസ് വരികയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് പരിചയിച്ചു കഴിഞ്ഞാൽ അവരുടെ ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് ഞാൻ ചെറുതായിട്ടൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ അപരിചിതരുമായി ഇടപഴകാനും സുഹൃത്തുക്കളാവാനും സഹായിക്കുന്ന സോഷ്യൽ മീഡിയകളാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഇതിലൂടെ വ്യക്തിഗത ബന്ധങ്ങൾ പങ്കുവയ്ക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഞാൻ ഒന്നില് അമർത്തി കഴിഞ്ഞാല് 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം നമ്മൾക്ക് ഹൗ ആർ യു, ഓ എന്നൊക്കെ പറഞ്ഞ് പിന്നെ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച്, അപ്പൊ ഞാൻ വിചാരിക്കുന്ന ആ മനുഷ്യൻ എന്റെ സുഹൃത്താവാൻ വരികയാണ്, ഒരു നല്ല സുഹൃത്താവാൻ വരികയാണ്. ഞാൻ പതുക്കെ പതുക്കെ എന്നെ തുറന്നു കൊടുക്കുന്നു. ഈ കുട്ടികളും കൗമാരക്കാരും ഇത്തരം പ്ലാറ്റ്ഫോമിൽ കൂടുതലായി ഉപയോഗിക്കുന്നതിനാല് വേട്ടക്കാർക്ക് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവർക്ക് വിട്ടുകൊടുക്കുന്നു. കുട്ടികളാണ് വളരെ പെട്ടെന്ന് ഇതിനകത്തേക്ക് ചാടുന്നത്. അവർക്ക് ആകാംക്ഷ കൊണ്ടാണ് ചാടുന്നത്. പക്ഷെ ചാടി പിടിച്ചെടുക്കുന്നത് ഈ വേട്ടക്കാരാണ്. ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോം അത് മറ്റൊരു രസകരമായ കാര്യമാണ്. വിവിധ ചാറ്റ് ആപ്പുകൾ ഉണ്ട് നമുക്ക്. കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കും. കുട്ടികൾ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പുതിയ ഒരു ചാറ്റ് ആപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പങ്കുവയ്ക്കുന്നു. അത് നോക്ക് എന്തൊക്കെയാ വരുന്നതെന്ന്. നമ്മളൊക്കെ മണ്ടന്മാരാ, ഇപ്പോഴേ കിട്ടിയുള്ളൂ, ഇതാ പുതിയതൊരെണ്ണം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചതെന്ന എന്ന് പറഞ്ഞ് അവൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഒരുത്തൻ കയറി കുടുങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലെ കറണ്ട് ഒരാൾക്ക് ഷോക്ക് അടിച്ച് അവിടെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നവനെ ഒക്കെ തന്നെ ആ ലൈനിൽ പിടിച്ചിടുന്നു. ഈ അവസ്ഥ തന്നെയാണ് ഇവിടെയും. അപ്പൊ ഇത്തരം ആപ്പുകൾ നമ്മുടെ കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ഈ ഗെയിമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഗെയിമുകളില് അങ്ങനെ ഇയാളുടെ സ്വഭാവ രീതി ഗെയിമുകളിലൂടെ മനസ്സിലാക്കുകയും അതിനിടയിലൂടെ ചാറ്റിംഗ് നടത്തുന്നു. ഗെയിമിനിടയിലൂടെയാണ് ചാറ്റിംഗ്. നാം ചാറ്റിങ്ങിലേക്ക് കൂടുതൽ വരുന്നെങ്കിൽ രസകരമായ ചാറ്റിംഗ് അപ്പുറത്തുനിന്ന് നമ്മുടെ മുന്നിലേക്ക് കയറി വരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഇത്ര സുരക്ഷിതമായി സംസാരിക്കാൻ പറ്റിയ ഒരിടമില്ലല്ലോ. എന്നെ അറിഞ്ഞാണ് ആ ചേട്ടൻ സംസാരിക്കുന്നത്, എന്നെ അറിഞ്ഞാണ് ആ ചേച്ചി സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഏതാണോ നമ്മൾ ചെന്ന് ഞെക്കി വിടുന്നത് ആ ഷോട്ട് നമുക്ക് കാണിച്ചു തരുന്നു. പിന്നീട് എല്ലാ ദിവസവും നമ്മൾ ചോദിക്കാതെ തന്നെ അത് ഓരോന്ന് പുതിയത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മൾ മനഃപൂർവ്വം ഒരു 10 ദിവസം അത് തൊടുന്നേയില്ല, എന്ത് വന്നാലും അനങ്ങുന്നില്ല, ഓപ്പൺ ഇറ്റ് എന്ന് പറയും. നമ്മൾ അനങ്ങുന്നേയില്ലെങ്കിൽ ആ സാധനങ്ങൾ പതുക്കെ നമ്മളിൽ നിന്ന്
വിഡ്രോ ചെയ്തു. അവരുടെ ചോദ്യങ്ങൾക്ക് നാം പറയുന്ന മറുപടിയാണ് നിങ്ങളുടെ സ്വഭാവത്തെ അവർ മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിക്കും. അപ്പോ ഇങ്ങനെയുള്ള സ്വകാര്യത, സൈബർ ഗ്രൂമിംഗ് ഒരു കൂടുതലായിട്ട് അപകടത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. കാരണം ഇതിലൂടെയാണ് കുറ്റവാളികൾക്ക് അവരുടെ യഥാർത്ഥ മുഖം മറയ്ക്കാൻ സാധിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റോങ് ഐഡന്റിറ്റി വെച്ചാണ് അവർ കളിക്കുന്നത്. മുകളിൽ കാണാൻ ഒരാളുണ്ടെന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ ഈ കളി കഴിയുമ്പോഴേ അവർ വരുള്ളൂ. അതുവരെ നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ അവിടെയുണ്ട്. അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് അറിയേയില്ല. അവരുടെ ID മറ്റൊന്നാണ്, മറ്റൊരു ID-യിലൂടെയാണ് അവർ കയറുന്നത്. പ്രൊഫൈൽ ചിത്രങ്ങളും പോസ്റ്റുകളും പ്രയോഗിച്ച് അവർ വിശ്വാസം നേടുന്നു. അത്തരം രീതികളാണ് അവർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ഒരു മാസം മറ്റു മുമ്പ് ഒരു 21 വയസ്സുകാരി ചാറ്റിങ്ങിലൂടെ കണ്ടുപിടിച്ചൊരു മനുഷ്യനെ കാണാൻ, 21 വയസ്സുകാരനാണ് ചാറ്റിങ്ങിലൂടെ കണ്ടുപിടിച്ച ചെറുപ്പക്കാരി അവര് നേരിൽ കാണുമ്പോൾ 71 വയസ്സുള്ള ഒരു വൃദ്ധയായിരുന്നു അത് എന്നുള്ളതാണ്. അയാൾ തല കറങ്ങി താഴെ വീണു. 21-കാരൻ കണ്ട ഉടനെ തന്നെ ഞാനാണ് ഇന്ന ആള് എന്ന് പറഞ്ഞ നിമിഷം തലകറങ്ങി താഴെ പെരുവഴിയിൽ വീണു. ആ വാർത്ത നമ്മൾ വായിച്ചതാണ് പലരും. അപ്പൊ നോക്കൂ, റോങ് ഐഡന്റിറ്റിയിലൂടെ അവർ നൽകുന്ന സുഖകരമായ സംഭാഷണത്തിൽ നമ്മൾ വീഴുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാം കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു, വാട്സാപ്പ്, ടെലഗ്രാം, മെസ്സഞ്ചർ ഈ തുടങ്ങിയ ആപ്പുകളിൽ പ്രധാനമായും നമ്മൾ ഈ ഗ്രൂമേഴ്സ് ഉപയോഗിക്കുന്നത് ഇത്തരം ഈ രൂപങ്ങളാണ്. വാട്സാപ്പുകളിലും മെസ്സഞ്ചറും ഒക്കെ വളരെ ഈസിയാണ് കൈകാര്യം ചെയ്യാൻ. ഇത് എല്ലാവരും സ്വകാര്യ സന്ദേശങ്ങൾ അയക്കാൻ ഈ പ്ലാറ്റ്ഫോമുകൾ വേട്ടക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇരകളിലേക്ക് രഹസ്യമായ ആശയവിനിമയം നടത്താൻ വേട്ടക്കാർക്ക് ഈ ആപ്പ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെയോ, സ്വകാര്യതയുടെ ഗ്രൂമിംഗ് പ്രവർത്തനങ്ങൾ കൂടുതൽ അപകടകരമാണോ എന്ന് നാം മനസ്സിലാക്കും. സ്വകാര്യതയുടെ മറ്റൊരു പര്യായമാണ് ഈ ആപ്പുകൾ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയും അത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ സ്വകാര്യത ഇല്ല. എനിക്കും നിങ്ങൾക്കും ഉണ്ടാവും, പക്ഷെ നമുക്ക് മുകളിൽ മറ്റൊരാൾക്ക് സ്വകാര്യതയില്ല, അയാൾക്ക് അറിയാൻ കഴിയും എന്നുള്ള കാര്യം. മാത്രമല്ല, സ്വകാര്യമായി പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അപകടം കൊണ്ടുവരുന്നു. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നോക്കാം. ഞാൻ ഗെയിമുകളെ കുറിച്ച് പറഞ്ഞു, ഈ ഓൺലൈൻ ഗെയിം. അപ്പൊ ഓൺലൈനിൽ കുട്ടികൾ എത്തുന്നത് ഒരു പ്രധാന ഇടമാണ് ഗൂഗിൾ ഗെയിമുകൾ കുട്ടികൾ എത്തുന്ന എളുപ്പ വഴിയാണ്. തുടക്കത്തിൽ ആ ഗെയിമുകളൊക്കെ രസകരമായ ഗെയിമുകളാണ്. ഇടയിലുള്ള ചാറ്റ് സംഭവിക്കുമ്പോഴാണ് ഗ്രൂമുകാർ സൗഹൃദം സ്ഥാപിക്കുന്നത്. ഈ ഗെയിമിന് ഇടയിലൂടെ ചാറ്റിംഗ് സംവിധാനമുണ്ട്. ആ ചാറ്റിംഗ് സംവിധാനത്തിലൂടെ അവർ മുന്നേറുമ്പോൾ ഗെയിം തന്നെ വിട്ടുപോകുന്നു. അവർ സംഭാഷണങ്ങൾ നടത്തുന്നു. ആ സംഭാഷണം വ്യക്തിപരമാണ്. ഈ സംഭാഷണം വ്യക്തിപരമായി മാറ്റപ്പെടുമ്പോൾ ഗെയിമിന്റെ അന്തരീക്ഷം സുരക്ഷിതമാണെന്ന് നമ്മുടെ കുട്ടികൾ വിശ്വസിക്കുന്നു. ഇത്ര സുഖകരമായ, സുരക്ഷിതമായി സ്വകാര്യത പങ്കുവെക്കാൻ പറ്റിയ ഇടം വേറെ ഇല്ല എന്നവർ നിശ്ചയിക്കുകയാണ്. അതുകൊണ്ട് സ്വകാര്യത പങ്കുവെക്കുമ്പോൾ നമ്മുടെ മക്കൾ കൂടുതൽ അശ്രദ്ധരാകുന്നു. ശ്രദ്ധയോടെ വയ്ക്കുക, അയ്യോ ഞാനിത് പറഞ്ഞു ശരിയാവില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ അശ്രദ്ധമാകുമ്പോൾ ഇതിൽ കൂടുതൽ സ്വകാര്യത എനിക്ക് കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി അവര് ഈ സ്വകാര്യത മുഴുവൻ തുറന്നു കാണിക്കാൻ ഒരിടമായി അത് മാറ്റുന്നു. ഇവിടെ ഈ മെസ്സേജുകൾ മുതിർന്നവരെയും സൈബർ ഗ്രൂമിംഗ് ആപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്നവർക്ക് ചിലപ്പം
ഈ വേട്ടക്കാരൻ ഒരു ചെറിയ കുട്ടിയാവും. വലിയ ആളുകൾക്ക് വേണ്ടി ചെറിയ കുട്ടിയായി ഗ്രൂമർ പുറത്തു വരികയാണ്. ഇവിടെ വേട്ടക്കാരൻ പുരുഷന്മാരെ പോലെ സ്ത്രീകളും ഉണ്ടെന്ന് ഓർക്കുക, വേട്ടക്കാരികളുമുണ്ട്. ഞാൻ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞത്. 71-കാരിയാണ് 21-കാരന്റെ മുൻപിലേക്ക് വന്നത്. അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളൊക്കെയാണ്, അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. പക്ഷെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ ഈ ഹണി ട്രാപ്പുകൾ പോലെയുള്ള ട്രാപ്പുകൾ ഇതിലൂടെ കയറി വരുന്നതാണ്. ട്രാപ്പുകളുണ്ട്, ഹണി ട്രാപ്പുകൾ. അപ്പോ സത്യസന്ധരായി എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വരാൻ, എനിക്ക് സ്വകാര്യത പങ്കുവെക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇതെന്നവർ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഈ 21-കാരൻ 71-കാരിയെ പ്രണയത്തിലേക്ക് കൊണ്ടുവരികയാണ്, തന്റെ കാമുകിയായി മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോ അവര് കണ്ടെത്തിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ തളർച്ച സംഭവിച്ചത്. പിന്നെ ആ കുട്ടി അവിടുന്ന് എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ സൈബർ ഗ്രൂമിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. കുറെ സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഗ്രൂമർ അയാളുടെ അവസാന ഘട്ടത്തിൽ എത്തിക്കുന്നത്. 18-ാം പടി കയറും പോലെ നമ്മളെ കയറ്റി കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ, ഇപ്പൊ വിവിധ ഘട്ടങ്ങള് ഗ്രൂമർ ആദ്യമായിട്ട് ചെയ്യുന്നത് വളരെ സൗമ്യവും സൗഹൃദപരവുമായി കുട്ടികളോട് പെരുമാറുന്നു. ദുർബലമായ കഥാപാത്രങ്ങളാണ് കുട്ടികളെന്ന് മനസ്സിലാക്കുകയും അവരുടെ ആവശ്യഘട്ടങ്ങളിൽ, അവരുടെ തളർച്ചയിൽ സഹായിക്കാൻ തയ്യാറുള്ളവരാണ് ഈ ഗ്രൂമർ എന്ന്, അല്ലെങ്കിൽ ചെറിയ വാക്കിൽ ഈ വേട്ടക്കാരനെന്ന് കുട്ടികളെ അവർ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ഇരകളുടെ വിശ്വാസം അങ്ങനെയാണ് നേടിയെടുക്കുന്നത്. ഇപ്പൊ ഗ്രൂമറോട് സംസാരിക്കുമ്പോൾ കുട്ടിയുടെ വോയിസിൽ ഒരു സങ്കടമുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂമർ മനസ്സിലാക്കുന്നു, ഈ കുട്ടിക്ക് ഇന്ന് എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അന്വേഷിച്ച് സഹായിയായി, എമ്പതറ്റിക് പേഴ്സണാലിറ്റിയായി കുട്ടിയുടെ മുമ്പിൽ ഇയാൾ അവതരിക്കുകയാണ്. ഈ അവതരിക്കുന്ന വേട്ടക്കാരന്റെ പേരോ അഡ്രസ്സോ അതൊന്നും പാസ് ചെയ്യപ്പെടുന്നില്ല. സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഇവരുമായി ഈ ഗ്രൂമർ സംസാരിക്കുന്നത്, ആശയങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുട്ടിക്ക് ഒരിക്കലും സംശയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം. എമ്പതറ്റിക് അറ്റാച്ച്മെന്റ്. നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്, നീ കാര്യം പറ. അവനത് പറയാൻ ആരുമില്ല, അതുകൊണ്ട് അവൻ കാര്യം പച്ചയായി പറയുന്നു. അങ്ങനെ ഗ്രൂമർമാർ തങ്ങളുടെ ഇരകളുടെ വികാരങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇരയുടെ പ്രശ്നങ്ങൾ കേൾക്കുക, ആശ്വാസം നൽകുക, അതുപോലെ തന്നെ എല്ലാം ഞാനായി എന്ന് അവരെ വിശ്വസിപ്പിക്കുന്നു ഇരകളെ. വേട്ടക്കാര് ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഇന്നലെ വരെ ഇല്ലാത്ത അച്ഛനെയും അമ്മയെയും ഒന്നും നീ നോക്കണ്ട, ഞാൻ ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അവർ ഇരകളാക്കുകയും ആ ഇരകള് അവർ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു ഒളിച്ചോട്ടമല്ല അവിടെ നടക്കുന്നത്. അവന്റെ മനസ്സിനെ പതുക്കെ 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 മാറ്റിയെടുത്താണ് ആ കാര്യം ചെയ്യുന്നത്. സമയമെടുക്കും അതിന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളെയും കൗമാരക്കാരെയും അംഗീകാരം. ഈ കുട്ടികൾ, കൗമാരക്കാര്, അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് അംഗീകാരം, അവരെ ശ്രദ്ധിക്കുക, അവരുമായി സൗഹൃദം പങ്കിടുക, അവർക്ക് സ്നേഹം നൽകുക. ഈ കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേട്ടക്കാരൻ എന്തു പറഞ്ഞാലും കുട്ടികൾ ചെയ്യാൻ തയ്യാറാവും. അപ്പോ ഈ വേട്ടക്കാർക്ക് ഇരയെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന വഴികളാണ് ഇത്. അപ്പോ ഇത്തരം സാഹചര്യങ്ങൾ വേട്ടക്കാർ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ആ സൗകര്യമാണ് വേട്ടക്കാർ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് കൊടുത്ത സഹാനുഭൂതി, കുട്ടികൾക്ക് കൊടുത്ത സ്നേഹം, അംഗീകാരം, നീ ചെയ്തത് ശരിയാണ്, 100% ശരിയാണ്,
നിന്നെ കാണാൻ ആരെയും വന്നില്ലല്ലോ, നിന്നെ കേൾക്കാൻ ആരും വന്നില്ലല്ലോ എന്ന് സഹതാപപൂർവം പറയും. കുട്ടി അയാളിലേക്ക് വീഴുന്നത് കാണും. ഇനി മറ്റൊരു പടി എന്താണെന്ന് നമുക്ക് ടാർഗറ്റിംഗ് ദ വിക്ടിം. ഇവർ ചെയ്യുന്നത് ഈ വിക്ടിമിനെ ടാർഗറ്റ്, ഇരയെ അന്വേഷിക്കുകയാണ്, ഇരയിലേക്ക് അവർ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൗമാരക്കാരെയോ ലക്ഷ്യമിടുന്നതിന് കാരണം കുട്ടികൾ എളുപ്പത്തിൽ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്റുകൾ, കമന്റുകൾ എന്നിവ ശ്രദ്ധിച്ച് ഗ്രൂമർമാർ ഇരകളെ തിരഞ്ഞെടുക്കും. ഇപ്പൊ നമ്മള് പ്ലാറ്റ്ഫോമിലേക്ക് കയറി ഓരോരുത്തരുടെ കമന്റ്, ഒരു ഇഷ്യൂവിനെ എങ്ങനെ കമന്റ് ചെയ്യുന്നു, അവരുടെ അഭിപ്രായം എങ്ങനെ പറയുന്നു, അപ്പൊ ആ അഭിപ്രായം അയാളുടെ സ്വഭാവമാണ്. ആ സ്വഭാവം ഗ്രൂമർ മനസ്സിലാക്കി അതേ സ്വഭാവത്തോടുകൂടി അങ്ങോട്ട് പെരുമാറുന്നു. അവർ കൂട്ടിമുട്ടി കഴിഞ്ഞിട്ട് ആ ഇരകളെ ഇവർ സെലക്ട് ചെയ്യുന്നു, ഇരയായി തന്നെ. അപ്പൊ അവന്റെ വർത്തമാനങ്ങളിൽ ഒറ്റപ്പെടൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടിയുടെ വർത്തമാനത്തിൽ അവൻ ഒറ്റപ്പെട്ടവനാണെന്നും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണെന്നും വികാരപരമായി ദൗർബല്യമുള്ള ആളാണെന്നും പ്രകടമാക്കുന്ന സൂചനകൾ ഈ കുട്ടികൾ നൽകും. കുട്ടികൾ അറിയാതെയാണ് കൊടുക്കുന്നത്. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാണ്. ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഈ വേട്ടക്കാരൻ എടുത്തു വെക്കുകയും അവനെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നു. അപ്പൊ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ അടിയിൽ ഈ ഗ്രൂമർ ഉണ്ടാകും. അപ്പോൾ ഈ ഗ്രൂമർക്ക് ഇരയെ ചെന്ന് പിടിക്കാനുള്ള അനുയോജ്യമായ സംസാരങ്ങൾ, ചാറ്റുകൾ ഈ കുട്ടികൾ തന്നെയാണ് നൽകുന്നത്. അതുവഴിയാണ് അവർ ഇരയെ പെട്ടെന്ന് സമീപിക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് അവനെ എടുക്കുകയും ചെയ്യുന്നത്. അടുത്ത ഘട്ടം എന്താ? ബിൽഡിംഗ് ട്രസ്റ്റ്. കുട്ടിയിൽ വിശ്വാസം ജനിപ്പിക്കുക, അടുത്ത പടിയിലേക്ക് കയറുകയാണ്. ഇമോഷണൽ കണക്ഷൻ, വൈകാരിക ബന്ധം സൃഷ്ടിക്കുക. 10,000 രൂപ എടുത്തു കൊടുത്താൽ പോലും വൈകാരിക ബന്ധം കിട്ടില്ല. വൈകാരിക ബന്ധം വാക്കുകളിലൂടെ, തൻ്റെ പ്രവൃത്തികളിലൂടെ, അവനെ സഹായത്തിലൂടെ ഈ വൈകാരിക ബന്ധം ഉണ്ടാക്കാൻ, സ്ഥാപിക്കാൻ അയാൾക്ക് സാധിക്കുന്നു. ഇപ്പോ ഈ ഗ്രൂമർ വിശ്വസ്തരാണ് എന്ന് കുട്ടിക്ക് എപ്പോൾ തോന്നുന്നു, ഗ്രൂമർ സഹാനുഭൂതിയുള്ള സുഹൃത്താണെന്ന് എപ്പോൾ കുട്ടിക്ക് വിശ്വാസമാകുന്നു, തൻ്റെ അല്ലെങ്കിൽ ഇരയുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി കുറേശ്ശെ ആ വേട്ടക്കാരന് നൽകുന്നു. അപ്പോൾ വൈകാരിക ബന്ധം അങ്ങനെയാണ് സ്ഥാപിക്കുന്നത്. നിങ്ങളുടെ എന്തു പ്രശ്നമുണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ, അത് കേൾക്കാൻ തയ്യാറാവുന്ന ഒരു സഹോദരൻ നമുക്ക് കിട്ടിയ ആശ്വാസത്തിലാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ ഇര വേട്ടക്കാരനോട് കൂടുതൽ അടുക്കുന്നു. ഇര വേട്ടക്കാരനോട് കൂടുതൽ അടുക്കാൻ സഹായകരമായത് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്. അങ്ങനെ ഇരയുടെ ജീവിതത്തിലെ പ്രധാന വ്യക്തിയായി മാറുന്നു, സംപൂജ്യനായ വ്യക്തിയായി മാറുന്നു ഈ ഗ്രൂമർ എന്നുള്ളതാണ്. പിന്നീട് സന്ദേശങ്ങളും സംഭാഷണങ്ങളും സോഷ്യൽ മീഡിയ വഴി നൽകി എപ്പോഴും ഇരയുമായി കണക്ട് ചെയ്യും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളെ പോലും ഹായ് ഗുഡ് മോർണിംഗ്, രാവിലെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തു, ആ ഉച്ച കഴിയുമ്പോൾ എങ്ങനെ ഊണ് കഴിച്ചോ, ഇങ്ങനെ സംഭാഷണങ്ങളാകുമ്പോൾ നമ്മൾ ഇടതടവില്ലാതെ അയാളുമായി ബന്ധപ്പെടുന്നു. മറ്റു ചിലരുണ്ട് ഒരു മാസത്തിലൊരിക്കലും എന്നാ പോയി എന്നൊക്കെ ചോദിക്കും. അവിടെ വലിയ നൂൽ ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല, എല്ലാ ദിവസവും ഉണ്ടാകും. അങ്ങനെയാണ് ഇരയുടെ പൂർണ്ണ വിശ്വാസം ഈ ഗ്രൂമർ വേട്ടക്കാരൻ വാങ്ങുന്നത്. ഇപ്പൊ വേട്ടക്കാരന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇര അയാളോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് കൊടുക്കുന്നത്. അയാളോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത്. വീണ്ടും
ഇവിടെയാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം. കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയവും അതിക്രമിച്ച് ലാസ്റ്റ് ടൈമാണ്. എന്താ സംഭവിക്കുന്നത് അവിടെ? ഐസൊലേഷൻ ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഈ ഗ്രൂമറുടെ കക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടി അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ വീട്ടുബന്ധങ്ങൾ, നാട്ടുബന്ധങ്ങൾ, സൊസൈറ്റിയുമായുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് പതുക്കെ പതുക്കെ കട്ട് ചെയ്യും. കുടുംബത്തോടുള്ള സംസാരത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് ഏകാന്തനായി മാറുന്നു. അയാൾക്ക് കുടുംബക്കാരോട് ഒന്നും പറയാനില്ല. തന്റെ ഗ്രൂമറെ കിട്ടിയാൽ വാതോരാതെ പറയും. അപ്പോ സാമൂഹ്യമായ ബന്ധവും കുടുംബ ബന്ധവും നഷ്ടപ്പെട്ടു. കാരണം വേട്ടക്കാരനോടുള്ള അടുപ്പമാണ്. വേട്ടക്കാരൻ പറയും, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ കുടുംബം ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ ഇത്രയും കാലം. നിന്റെ സുഹൃത്ത് രാമകൃഷ്ണൻ നിന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പോ ഈ ഇര മനസ്സിലാക്കുന്നു, ശരിയാണ്, ശരിയാണ്, ശരിയാണ്. അയാളുടെ ഉള്ളിൽ വേട്ടക്കാരൻ പറഞ്ഞതെല്ലാം ശരിയാണ്. നമ്മുടെ ഗ്രൂമർ പറഞ്ഞതൊക്കെ ശരിയാണ്. ശരിക്കും എന്റെ സുഹൃത്ത് ഈ ഗ്രൂമറാണ്, ഈ വേട്ടക്കാരനാണ്. ഈ ഗ്രൂമർ എന്ത് ചെയ്യുന്നു? പതുക്കെ പതുക്കെ ഇരയെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീടിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു, സുഹൃത്തുക്കളിൽ നിന്ന് ഒറ്റപ്പെടാൻ സഹായിക്കുന്നു. അങ്ങനെ ഇയാൾ ഒറ്റപ്പെട്ടവനായി മാറുന്നു. ഇരയെ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് വേട്ടക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂമറാണ്. സുഹൃത്ത് നിന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വേട്ടക്കാരനാണ്. അതെല്ലാം അയാളുടെ ഇരയുടെ മനസ്സിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ ഇരയും വേട്ടക്കാരനും തമ്മിൽ രഹസ്യ സംഭാഷണങ്ങളുടെ ആക്കം കൂടുന്നു. വേട്ടക്കാരൻ ഇരയോട് പറയും, നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം ആരോടും പറയരുത്, ഇത് രഹസ്യമായി വെക്കണം. പറഞ്ഞാൽ അപകടമാണ്. രഹസ്യങ്ങളെല്ലാം വേട്ടക്കാരന് പറഞ്ഞു കൊടുത്തു. ഇനി വേട്ടക്കാരന്റെ പിടിയിലാണ് നമ്മുടെ ഇര. അപ്പോ ഈ ബന്ധത്തെ പറ്റി ആരോടും പറയരുത്. ഈ നിർദ്ദേശം കണിശമായും ഇര അനുസരിച്ചിരിക്കും. കാരണം ഇരയുടെ കയ്യിലുള്ളതെല്ലാം തന്നെ വേട്ടക്കാരന് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വേട്ടക്കാരനില്ലാതെ ഇരയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. ഇരയുടെ കഴുത്തിൽ വേട്ടക്കാരൻ പിടിമുറുക്കി കഴിഞ്ഞു. ഇനി അയാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യമാണ്, ഈ ഇരയെ റിയാലിറ്റിയിൽ നിന്ന് അകത്തി ഡീസെൻസിറ്റേഷൻ വഴി സെക്ഷൽ കണ്ടൻസിലേക്ക് വരെ കൊണ്ടുവരുന്നു. അതൊന്നും ഒരു കാര്യമല്ലടോ. ഒരു സെക്ഷൽ ഇന്ററാക്ഷൻ ഉണ്ടായാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെ ഡീസെൻസിറ്റൈസ് ചെയ്ത് 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 കുഴപ്പമില്ല എന്ന് ഇര സമ്മതിക്കുകയും ആ ബന്ധത്തിലേക്ക് കയറി വരികയും ചെയ്യും. ഇത്തരം സെക്ഷൽ അപ്രോച്ച് നമ്മളെ പഠിപ്പിക്കുന്നു നില്ലായിട്ട്. ഇന്നത്തെ സമൂഹത്തിലെ ചെറുപ്പക്കാരൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവൻ പെരുവഴിയിൽ വെച്ചും എന്തും ചെയ്യാൻ അവനൊരു മടിയുമില്ല. അപ്പം അവന്റെ വികാരങ്ങള് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ച് അയാളും പറയുന്നു ഇതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ കാര്യമില്ലാതാകുമ്പോഴാണ് ഇത് ഇരയുടെ അസ്വസ്ഥത കുറയ്ക്കുകയാണ് ഉണ്ടാവുക. ഞാൻ ഇന്നലെ ചെയ്തൊരു തെറ്റ് ആരെങ്കിലും അറിഞ്ഞാലോ? വേട്ടക്കാരൻ പറഞ്ഞു കൊടുത്തു, ഡീസെൻസിറ്റൈസ് ചെയ്തു. അതിലെന്താണ് ഒരു കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അയാളുടെ മനസ്സും അതിലേക്ക് വന്നു, ഇരയുടെ മനസ്സും അതിലേക്ക് വന്നു. ഓ, ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന്. പിന്നീട് ആ ഒരു സെൻസിൽ എത്തിക്കഴിയുമ്പോൾ ഇര ലൈംഗിക ചിത്രങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളോ തുടരെ തുടരെ അയാൾക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു സാധാരണ ഇടപെടലായിട്ടാണ് പഠിപ്പിക്കുന്നത്. അയാള് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കൗമാരക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഈ ഘട്ടത്തിൽ ഇരയ്ക്ക് ശരിയായതും തെറ്റായതും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്
അയാൾ കൺഫ്യൂസ്, അട്ടർ കൺഫ്യൂഷൻ. അപ്പൊ തെറ്റും ശരിയും അയാളിൽ നിന്ന് അകന്നു പോകുന്നു. അയാൾക്ക് കിട്ടുന്ന മെസ്സേജ് ലൈംഗിക ഉള്ളടക്കമുള്ളതാണെങ്കിൽ പോലും ഡീസെൻസറ്റൈസ് ചെയ്തൊരു വികാരം ഇയാളുടെ മുമ്പിൽ ഇര കുത്തിവെച്ചിട്ടുള്ളത് കൊണ്ട് അയാൾക്ക് അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇത്രയൊക്കെ നീട്ടിക്കൊണ്ടുവന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന അടുത്ത പടിയെക്കുറിച്ചാണ്. നമ്മുടെ ഇര ഡീസെൻസിറ്റൈസ് ചെയ്തു നിൽക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പോൾ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ശരി എന്ന് ഉള്ള അവസ്ഥയിൽ ഇവിടെ ഈ വേട്ടക്കാരൻ തുടങ്ങുന്നു. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, സെക്ഷൽ അബ്യൂസ് തുടങ്ങുകയായി വേട്ടക്കാരൻ. അപ്പോ നമ്മള് കണ്ടിട്ടില്ല, അയ്യപ്പ ഭക്തന്മാര് തീക്കനലിൽ ചാടി അക്കരെ കടന്നു പോകുന്നു. അയ്യപ്പ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഭക്തി പുരസ്സരം ആ അഗ്നികുണ്ഡത്തിലൂടെ കടന്ന് അക്കരെ കിടക്കുമ്പോ ഒരയ്യപ്പന്റെ കാര്യം ഇന്ന് വരെ പൊള്ളിയിട്ടില്ല. അയാളുടെ ഉള്ളിൽ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ, അയാൾ രക്ഷിച്ചുകൊള്ളും. ഈ അയ്യപ്പനാണ് ഇവിടെ നമ്മുടെ ഗ്രൂമർ. എന്ത് കഠിനമായ ഇതിലൂടെ കടന്നു പോകുമ്പോഴും ഇയാൾ ഉണ്ടെന്നെ രക്ഷിക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ഡീസെൻസിറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ലൈംഗിക ഉള്ളടക്കവും വെറും സാധാരണ സംഭവമായി തോന്നിക്കുന്ന ഗ്രൂമർമാർ ഇരയെ ലൈംഗികമായി ചൂഷണത്തിനോ നേരിട്ടുള്ള ദുരുപയോഗമോ പ്രയോഗിക്കുന്നു. ആ ദുരുപയോഗത്തിലാണ് ഇര കുടുങ്ങിപ്പോകുന്നത്. ഇവിടെ ഇരയോടുള്ള ഇരയുടെ വിശ്വാസവും ഭയവും ഉപയോഗിച്ചാണ് ഗ്രൂമർ, വേട്ടക്കാരൻ ഈ ഇരയെ ഉപയോഗിക്കുന്നത്. ഇരയെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അവർ നടപ്പാക്കുന്ന കാര്യങ്ങൾ എതിർക്കാൻ ഇരയ്ക്ക് കഴിവില്ലാതാവുന്നു. അവരുടെ ശക്തി ഇറങ്ങിപ്പോയി. അവർക്ക് എതിർക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിന് ഭീഷണി, ബ്ലാക്ക് മെയിലിംഗ് അതൊക്കെ ഉപയോഗിക്കുന്നു. ഗ്രൂമർമാർ ഇരയെ നിയന്ത്രിക്കുന്നത് ഈ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ടാണ്. ഇത്തരം ബ്ലാക്ക് മെയിലിംഗിന്റെ മുൻപിൽ നമ്മുടെ ചെറുപ്പക്കാർ വഴങ്ങിപ്പോകുന്നു. ആങ്സൈറ്റിയാണ് അവർക്കുണ്ടാകുന്നത് പിന്നീട്. അപ്പൊ ഇര കൂടുതൽ കൂടുതൽ ഭീതിയിലേക്ക് പോകുന്നു. ഇര കൂടുതൽ കൂടുതൽ ഭീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഭീതി ആങ്സൈറ്റി ഉണ്ടാകും. ആ ആങ്സൈറ്റി ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇമോഷണൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിനി. ഒരു വ്യക്തി ഈ രീതിയിലാണ് നിലനിൽക്കുന്നതെങ്കിൽ അയാളുടെ ഇമോഷണൽ ആയിട്ട് വൈകാരികമായി ഏതെല്ലാം രീതിയിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ദീർഘകാല മാനസിക പ്രത്യാഘാതങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയില് ദീർഘകാല മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആ കുട്ടി SSLC കഴിയുന്നവരെ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി, ഇപ്പൊ എന്തോ പറ്റിയവൻ, ഒരു മനുഷ്യനോട് പോലും മിണ്ടുന്നില്ല. ടീച്ചർമാര് ചോദിച്ചാൽ എന്തെങ്കിലും പറയും, ആരോടും ഒരു ഉത്തരവാദിത്വവും, ഒരു സംശയം പോലും ആ കുട്ടിക്കില്ല. സ്കൂളിൽ വരുന്നു പോകുന്നു, സ്കൂളിൽ വരുന്നു പോകുന്നു. എന്തു പറ്റിയെന്ന് മൂക്കിൽ കൈവച്ച് ചോദിക്കുന്നവരോട് ഉത്തരം ഒന്നേ ഉള്ളൂ, അവനെ ശ്രദ്ധിക്കും. സ്കൂൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരം സമയങ്ങളിൽ ഇവരെന്താണ് ചെയ്യുന്നത്, ഏതാണ് അവരുടെ പാന്താവ്, അവരുടെ കൂട്ടുകാരാരാണ്? നിങ്ങൾക്ക് അവരുടെ കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓൺലൈനിലാണ് കൂട്ടുകാർ കിടക്കുന്നത്. അപ്പൊ അത്തരമൊരു ലോങ് ടൈം നീണ്ട മാനസിക തകർച്ചയിലേക്ക്, വൈകാരികമായ ഒരു തകർച്ചയിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഗ്രൂമർ, സൈബർ ഗ്രൂമിങ്ങിന്റെ ഏറ്റവും വലിയ ദുരന്തം ഭയമാണ്. ആ ഇരയ്ക്ക് എപ്പോഴും ഭയമാണ്. എന്തിനെക്കുറിച്ചും തിരിഞ്ഞാലും മറിഞ്ഞാലും നിരന്തരമായി ഭയത്തിന്റെ ഉടമയായി
ആ കുട്ടി മുന്നോട്ട് പോകുന്നു, ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുന്നു. അവരെ മാനസികമായി അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡും. അവൻ വേട്ടക്കാരന് പറഞ്ഞു കൊടുത്ത രഹസ്യങ്ങളുടെ തീച്ചുളയിലാണ് ആ കുട്ടി പിന്നീട് ഉണ്ടാവുക. ഇനിയോ ഈ ഭയമാണ് അവരുടെ ദിനചര്യയെ തകർക്കുന്നത്. നമ്മൾ ആദ്യം ചോദിച്ചില്ലേ, ഈ കുട്ടിക്ക് എന്തു പറ്റിയത് ഇത് തന്നെയാണ്. ഈ ഭയത്തിലാണ് അയാൾ ജീവിക്കുന്നത്. മറ്റൊരു മാർഗവും അദ്ദേഹത്തിന് ഇല്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഭയത്തിന്റെ അളവ് കൂടുന്നു. കഴിഞ്ഞില്ല, വല്ലാത്തൊരു കുറ്റബോധം. ആ കുറ്റബോധമാണ് ഏറ്റവും വലുത്. അവൻ ഏകനാവുകയാണ്. ഏകനായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് കുറ്റബോധം സ്വയം ഉണ്ടാക്കിയെടുക്കുന്നു. ലജ്ജിക്കുന്നു സ്വയം. ഞാനാണോ ഇതൊക്കെ ചെയ്തത്? ലജ്ജിക്കുന്നു, കുറ്റബോധമുണ്ടാകുന്നു. ഈ ലജ്ജയും ഈ കുറ്റബോധവുമാണ് ഇതിന്റെ ഈ സൈബർ ഗ്രൂമിങ്ങിന്റെ ഏറ്റവും ദുരന്തപരമായ ഒരു അവസ്ഥ. ഇവന്റെ മനസ്സിൽ എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. സംശയരോഗിയായി മാറുന്നു. സംശയം അവന്റെ മുൻപിൽ. അയാൾ നോക്കുന്നത് ഇതറിഞ്ഞിട്ടാണോ? ഒരു ജീവിതം തകരാനുള്ള എല്ലാ വഴികളും അയാൾ സ്വയം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെയോ, എന്ത് വന്നാലും സ്വന്തം അനുഭവങ്ങൾ, സ്വന്തം ദുരനുഭവങ്ങൾ മൂടി വെക്കാൻ മാത്രമേ അയാൾ ശ്രമിക്കുകയുള്ളൂ. മറ്റൊരാളോട് പറയുകയില്ല. അയാളിൽ ഉത്കണ്ഠ ഉണ്ടാകുന്നു, മാനസിക ആഘാതം ഉണ്ടാകുന്നു. ഉത്കണ്ഠയും മാനസിക ആഘാതവും ഒന്നിച്ചൊന്നിച്ച് വളർന്നു വരികയാണ്. അപ്പൊ ഈ തുടർച്ചയായ മാനസിക സമ്മർദ്ദം എങ്ങോട്ട് പോകും? ഉറക്കമില്ലായ്മയിലേക്ക് പോകും. അയാൾക്ക് ഉറങ്ങാൻ കഴിയും. ഈ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു തരം ഭ്രമാവസ്ഥ, ഒരു തരം ഭയം, ഭ്രമാവസ്ഥ അയാളിൽ ഉടലെടുക്കുന്നു. മാനസികമായി അയാൾ തളരുന്നു. ആ കൗമാരക്കാരൻ മാനസികമായി തളരുന്നു. അതിനുള്ള കാരണവും. പിന്നെയോ, ഇത് മാനസികമായ വലിയ ആഘാതമാവുകയും ആ ആഘാതം ദീർഘകാലം നിലനിൽക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ആ ആഘാതം ഒരു മാനസിക രോഗിയാക്കി മാറ്റാൻ പോലും പ്രാപ്തിയുള്ളതാണോ എന്നാണ്. അതിൻ്റെയും അവസാനത്തിലേക്ക് നമ്മൾ നീണ്ടാൽ പലപ്പോഴും അകാരണമായ ആത്മഹത്യയുടെ പിന്നിൽ ഈ ഗ്രൂമർ ഉണ്ട് എന്ന് നമ്മൾ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കും. സമ്മർദ്ദം, നിരന്തരമായ സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, അവനവനെ തന്നെ താൻ കുറ്റപ്പെടുത്തുന്നു, സ്വയം കുറ്റപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് മോചനം ആത്മഹത്യയിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇനും വീണ്ടും സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു, ഇരകൾക്ക് വിഷാദഭാവം ഉണ്ടാകുന്നു, ദീർഘകാല ഉത്കണ്ഠയും കാണപ്പെടുന്നു. ഈ മാനസിക അവസ്ഥകൾ പഠനം, ജോലി, സാമൂഹിക ജീവിതം എന്നിവയിൽ പ്രതികൂലമായി ബാധിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ജോലിയുടെ കാര്യങ്ങളിലും, സാമൂഹ്യ ജീവിതത്തിന്റെ കാര്യത്തില്, പഠനത്തിന്റെ കാര്യത്തില്, ശ്രദ്ധയുടെ കാര്യത്തില് എല്ലാം തകർന്നടിയുകയാണ് ആ വ്യക്തി. ഇനി ഫാമിലിയുടെ പുറത്ത്, കുടുംബത്തിന്റെ പുറത്ത്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ പുറത്ത് സാമൂഹ്യ ബന്ധങ്ങള്, അതിന്റെ സ്വാധീനം അയാൾക്ക് നഷ്ടപ്പെടുന്നു. സാമൂഹ്യ ബന്ധത്തിലേക്ക് കയറിച്ചെല്ലാൻ തടസ്സമാവുന്നത് അയാളുടെ ലജ്ജയാണ്. നാണം കെട്ടവനാണ് ഞാൻ എന്ന് സ്വയം പറയുകയാണ്. സമൂഹത്തിലേക്ക് എങ്ങനെയാണ് അയാൾ ഇറങ്ങിച്ചെല്ലുക? അയാൾക്ക് മൗനമാണ് ബാക്കി സമയം. ഈ നാണക്കേട് കൊണ്ട് മൗനമാകുന്നു. വീട്ടുകാരിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുന്നു. ഇതൊക്കെ തന്നെ ഇരയുടെ തകർച്ചയ്ക്ക് കാരണമായി മാറുകയാണ്. ഗൗരവപരമായി പരിഗണിക്കപ്പെടുന്ന ഒരു സംശയം എപ്പോഴും അവനെ വലഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോ ഈ വേട്ടക്കാര് തന്നെ പറയും കുടുംബങ്ങളോ അടുത്ത ബന്ധുക്കളോടുള്ള ബന്ധങ്ങളൊന്നും വേണ്ട, അത് നിന്നെ തകർക്കുമെന്ന്. അവനൊന്ന് പറഞ്ഞ് മറ്റൊരാളോടൊന്ന് പറഞ്ഞൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. പക്ഷെ ഗ്രൂമറുടെ മുഖം, വികൃതമായ മുഖം അവന്റെ മുന്നിൽ എത്തുകയാണ്. അവൻ ആ പറച്ചിൽ അവിടെ നിർത്തുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അവന് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് വേട്ടക്കാരൻ ഇരയെ ദീർഘകാലം സുഖകരമായി അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറച്ചെങ്കിലും ഒരു മാറ്റം വരാൻ പറ്റുമോ എന്നുകൂടി ആലോചിച്ചിട്ട് നമുക്കിവിടെ നിർത്താം. അവിടെ സൈബർ ഗ്രൂമിംഗ് തടയാൻ ഏറ്റവും ശക്തർ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പൊ കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ ജാഗരൂകരാകും. ഇപ്പൊ കുട്ടികൾ സഞ്ചരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെ, എപ്പോഴൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത്തരം കാര്യങ്ങളിലേക്ക് മാതാപിതാക്കൾ ഇറങ്ങിച്ചെന്നേ പറ്റും. വീണ്ടും ഓൺലൈൻ അനുഭവങ്ങൾ ഭയമില്ലാതെ തുറന്നു പങ്കുവെക്കാനുള്ള സാഹചര്യം തുടക്കം തന്നെ മാതാപിതാക്കൾ കൊടുക്കണം. ഇന്ന് നീ TV-യിൽ കണ്ടതല്ല, മറ്റേ മൊബൈലിലൂടെ കണ്ടത് എന്തൊക്കെയാണ്, നിനക്ക് ചില സംശയങ്ങളൊക്കെ വന്നില്ലേ, നീ ചോദിക്കൂ, ഞങ്ങൾ തീർത്തു തരാം. മാതാപിതാക്കൾ കുട്ടിയുടെ സുഹൃത്തുക്കളായിട്ട് അവനോട് ഓൺലൈൻ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, അതിനുള്ള മറുപടികൾ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാവുക. അവർക്ക് അറിയില്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് ചോദിച്ച് മോന് പങ്കുവെച്ചു കൊടുക്കുക, മോൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഒരു നിശ്ചിത സമയം പരിപാടികൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പഠനത്തിന് ആവശ്യമുണ്ട്, പരീക്ഷണങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഈ ഓൺലൈൻ ഉപയോഗത്തിനൊരു സമയം നിശ്ചയിച്ചു കൊടുക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ മക്കൾ പ്രൈവറ്റ് പ്രൊഫൈലാണോ അതോ പബ്ലിക് പ്രൊഫൈലാണോ ഉപയോഗിക്കുന്നത് എന്നുകൂടി ഉണ്ട്. 2-3 തരം പ്രൊഫൈലുകൾ ഉണ്ടാവും. സ്വന്തം പ്രൊഫൈൽ കൂടാതെ തെറ്റായ ID ഉപയോഗിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ അറിയണം. അങ്ങനെ പ്രൈവറ്റ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ രഹസ്യമില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള കുട്ടികളുടെ സുഹൃത്തുക്കൾ എങ്ങനെ, ആര് എന്ന് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാൻ അവനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവനോടൊപ്പം സഞ്ചരിക്കുക. സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഉറക്കറയിലെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്ന ദമ്പതികൾ വരെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരിലേക്ക് ഞാൻ പോകുന്നില്ല. അപകടങ്ങൾ നിറഞ്ഞൊരു സാധനമാണ് അത് എന്നുള്ളതാണ്. നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോ നമ്മൾ പബ്ലിക്കായിട്ടാണ് വെക്കുന്നത്. വേറൊരാളുടെ ഫോട്ടോ വെച്ച് ഇതാണ് എൻ്റെ ഫോട്ടോ എന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെ പറയുമ്പോൾ അത് വെച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് മറ്റൊരു ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മുടെ ഇത് അപ്ലോഡ് ചെയ്യരുത് എന്നുകൂടി പറഞ്ഞു കൊടുക്കുക. ആവശ്യമില്ലാത്ത രംഗങ്ങളിലേക്ക് ചെല്ലാതിരിക്കുക. സുഹൃത്തുക്കളെ ഇതൊന്നും അറിയാതെ ആയിരിക്കും നമ്മൾ ചേർത്തിരിക്കുക. ചില ഗ്രൂപ്പുകളിൽ നമ്മൾ അറിയാതെ നമ്മളെ ചേർക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വിജിലന്റ് ആയിരിക്കാൻ ശ്രമിക്കുക. സേഫ് ഓൺലൈൻ പ്രാക്ടീസ് അത് നമ്മുടെ കുട്ടികൾക്കുള്ള സംരക്ഷിത ഓൺലൈൻ ആയിരിക്കട്ടെ. നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കാനായിട്ട് നമുക്ക് നോക്കാം. സുരക്ഷിതമായ ഓൺലൈൻ രീതികൾക്ക് കുട്ടികളെ പഠിപ്പിക്കണം. പ്രതിരോധത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. അപരിചിതരായ വ്യക്തികളുമായി വ്യക്തിഗത കാര്യങ്ങൾ പങ്കുവെക്കാതിരിക്കാൻ അവരെ പഠിപ്പിക്കുക. അതിന്റെ അപകടങ്ങൾ എന്താണെന്ന് അവരെ പഠിപ്പിക്കുക. സൈബർ ഗ്രൂമിങ്ങിൽ നിന്നും അത്യാവശ്യമല്ലെങ്കിൽ വിട്ടുനിൽക്കുക. ഒരു വ്യക്തിയുടെ വരവ് കണ്ടാൽ ഇത് നമുക്ക് ആവശ്യത്തിനുള്ളതല്ല, സ്റ്റോപ്പ് ഇറ്റ്, കട്ട് ഇറ്റ്
അതിനുള്ള ധൈര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ സൈബർ ഗ്രൂമിംഗ് എന്താണെന്നും അതിന്റെ ദുരന്തങ്ങൾ എന്താണെന്നും നിന്നെ നിശബ്ദനാക്കുന്ന വിദ്യയാണതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും അപരിചിതനായ ഒരാള് നിങ്ങൾക്ക് ചാറ്റിങ്ങിന് വരുന്നെങ്കിൽ അരുത്, ചെയ്യാതിരിക്കുക. ഗെയിമിന്റെ ഇടയിൽ കയറി വരുന്ന സ്വകാര്യ ചാറ്റിങ്ങിന് മറുപടികൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുന്നതിൽ നമ്മൾ ഊരിപ്പോരുക. കുട്ടികള് ഓൺലൈനില് ഈ നിയമങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഓൺലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അപരിചിതരിലേക്ക് നമ്മുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യരുത്. അപ്പോ ഇതൊരു പേരില്ലാ രാജ്യമായി ഓൺലൈൻ എന്ന് പറയുന്നത്. അവിടെ പേരില്ലാത്ത രാജകുമാരനും രാജകുമാരിയും ഒക്കെ കാണും. പക്ഷെ നമുക്ക് പേരുണ്ട്. നമ്മുടെ പേര് അവർക്ക് ഇട്ടുകൊടുക്കാതിരിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ ആധാർ കാർഡോ പാസ്പോർട്ട് റേഷൻ കാർഡ് ഒന്നും കൊടുക്കാതിരിക്കുക. നമ്മുടെ ഒരു ആധാർ കാർഡ് മതി നമ്മളെ കുളം തോണ്ടാൻ. അപ്പൊ നമ്മളൊരു തമാശക്കാണ് ഇതിൽ അവര് ചോദിക്കുന്നതെല്ലാം കൊടുക്കും. വേണ്ട, അതിന്റെ ആവശ്യം നമുക്കില്ല. അല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അപ്പോ 12 വയസ്സുള്ള ഉദാഹരണത്തിന്, ഈ 12 വയസ്സുള്ള പെൺകുട്ടിക്ക് 40 വയസ്സുകാരിയാവാനും സ്വാഭാവികമാണ്. 40 വയസ്സുകാരെ പ്രതീക്ഷിച്ചത് 12 വയസ്സുകാരിയാണ്. അപ്പോ അതൊക്കെ ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞു, വൈകാരികമായ ബുദ്ധിമുട്ടുകൾ പിന്നീടാണ് നമ്മൾ വരിക. അങ്ങനെ വൈകാരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവിടേക്ക് എടുത്ത് ചാടാതിരിക്കുക. വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കാതിരിക്കുക. സംശയകരമായ സന്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അതിന് മറുപടി കൊടുക്കാതിരിക്കുക. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഒരു 4-5 വാചകങ്ങളൂടെ പറഞ്ഞിട്ട്. ഇന്നത്തെ ഡിജിറ്റൽ സമൂഹത്തിൽ കുട്ടികൾ പഠനം, വിനോദം, സാമൂഹ്യ ഇടപെടൽ എന്നിവയ്ക്ക് കൂടുതൽ സമയം ഓൺലൈനിൽ ചെലവിടുന്നുണ്ട്. പക്ഷെ സൈബർ ഗ്രൂമിംഗ് അതിന്റെ ഗുരുതരമായ പ്രശ്നമായി മാറിയിട്ടും മാതാപിതാക്കൾക്ക് പൂർണ്ണ സമയം ചെക്ക് ചെയ്യാൻ കഴിയാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. എൻ്റെ മോൻ പഠിക്കുകയാണ്. അച്ഛൻ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, ഞാൻ കുറച്ചു നേരം കൂടി ഇരിക്കുന്നു, അച്ഛന് തടസ്സം പറയാനില്ല. പക്ഷെ അച്ഛനും മക്കളും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ സൈബർ ഗ്രൂമിംഗ് എന്താണെന്ന്, നിങ്ങളെ അതിലേക്ക് വലയ്ക്കുന്നത് എന്താണെന്ന്, നിങ്ങളെ അവസാനം നിശബ്ദമാക്കുന്നത് എങ്ങനെയാണെന്ന് മാതാപിതാക്കൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. സമൂഹത്തിന്റെ ഘടന പ്രതികൂലമായി എങ്ങനെ നമ്മളെ ബാധിക്കുമെന്നുള്ളതും, സമൂഹത്തിലെ ജീവിയാണ് നമ്മളെന്നുള്ളതും, ഇവിടെ തല ഉയർത്തി ലജ്ജയില്ലാതെ ജീവിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണമെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ട് ഓരോ പേരന്റിനും ആശംസകൾ നൽകിക്കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിന് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സാറേ, നന്ദി. താങ്ക് യു സാർ. സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്ന വളരെ ശ്രദ്ധയോടെ കരുതേണ്ട ഒരു ഏരിയയാണ്. ഗ്രൂമിംഗ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്, ഏത് തരത്തിലും. പക്ഷെ സൈബർ ഗ്രൂമിലേക്ക് പോകുമ്പോൾ ഒത്തിരിയും ഈ പറയുന്ന പോലെ ചതിക്കുഴികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രയോജനകരമില്ലാത്ത ഒത്തിരി തലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട്, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകളൊക്കെ കുറവായതുകൊണ്ടും ഉള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ, കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഇന്നൊരു ഒരു പോപ്പുലറായിട്ടൊരു ന്യൂസ് വന്നിരിക്കുന്നത്, വണ്ടികൾ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പേരിൽ ചില നോട്ടീസുകൾ നമുക്ക് വരികയും അതിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആണ്. പക്ഷെ അതൊരു ഫ്രോഡ് സൈറ്റാണ്. ആ സൈറ്റിൽ കൃത്യമായിട്ട് കയറി അറിയാതെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് പണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഇന്ന് ഒത്തിരി ന്യൂസുകൾ, പുതിയ പുതിയ തട്ടിപ്പുകളുടെ പുതിയ ഇരുണ്ട വലകളുടെ നേർക്കാഴ്ചയാണ്. അപ്പം ഇതൊരു ഗ്രൂമിങ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ ആ ഗ്രൂമിങ്ങിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പിന്നെ സാർ നമ്മോട് സംസാരിച്ചത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ആർക്കാ ഉള്ളത്?
മാത്യു സാർ, ജീവ മാം, ജോർജ് സാർ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ? നമ്മുടെ ശുദ്ധോദനൻ സാർ ഉണ്ടോന്നൊന്ന് ചോദിച്ച ആ, സാറേ. ഡോക്ടറുണ്ട്. യെസ്. ആ, രത്നമാം ഒന്ന് പറയൂ. ആ, വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഇപ്പോഴത്തെ ഇതൊരു ആവശ്യം വന്ന ക്ലാസ്സാ. ഞങ്ങൾ എങ്ങനെയാ ഈ കുട്ടികളോട് പെരുമാറേണ്ടതെന്നുള്ളത് കുറച്ചുകൂടി ഒരു അറിവ് വെച്ചു. ഇപ്പൊ ആത്മഹത്യ അതും ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഫോൺ കൊടുത്തില്ലേ പോയി ആത്മഹത്യ ചെയ്യുക, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു എന്താ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ. ഒരു പടി കൂടി മുന്നിലെത്തി സാറെ ക്ലാസ് കൊണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ, കാരണം കുഴികൾ ഉണ്ടാക്കുന്ന വലിയ വലിയ കുഴികൾ സമർത്ഥമായി ആനയെ വീഴിക്കുന്ന കുഴികൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ ഇന്ന് അതിനേക്കാൾ ഈസി ആയിട്ട് ഇതുപോലത്തെ കുഴികൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട പല തലങ്ങളുണ്ട്. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാംസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മാത്യു തോമസ് ഉണ്ട്. ഇനി ഇതല്ല സാറേ, ഇതിൻ്റെ അകത്ത് റിസർച്ചുകൾ വല്ലതും ഉണ്ടോ? പുതിയ ഏരിയകൾ പോകുന്നുണ്ടോ? ലയൻ സാറിന് പുതിയ ഏരിയകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു ഇതിൻ്റെ അകത്ത്. സൈബർ ഗ്രൂമിംഗ് കഴിഞ്ഞിട്ട്. ആ, നമുക്ക് നോക്കാം സാർ. ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ശുദ്ധോദന സാറ് ഇല്ല, അവിടെ കാണുന്നുണ്ട്. ഉണ്ട്, തിരക്കിലാണെന്ന് തോന്നുന്നു. വണ്ടി ഓടിക്കുകയോ അത്രയൊക്കെ ആയിരിക്കും. ആർക്കെങ്കിലും ഷെയർ ചെയ്യാം? ജോർജ് സാറും ജീവയും ഉണ്ട്. ആർക്കെങ്കിലും ഷെയർ ചെയ്യാമെങ്കിൽ ഷെയർ ചെയ്യാം. ആം, ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഷെയർ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ആ, പലപ്പോഴും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെട്ട് കഴിഞ്ഞാൽ ആളുകൾ മിണ്ടാതിരിക്കും, അല്ലേ? ആരും അറിയരുത്. ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ശരി. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സുണ്ട്. ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അത് മാർഗനിർദ്ദേശകമാണ്. പക്ഷെ പലപ്പോഴും ആളുകളത് നാണക്കേടൊക്കെ കൊണ്ട് മിണ്ടാതിരിക്കും. പക്ഷെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു. ആ, അങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചതിക്കുഴികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം പത്രത്തെ വായിച്ചാലും അറിയാം, ഏകദേശം 26 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് തന്നെയാണ് ഒരു പ്രായമുള്ള അമ്മ ശ്രമിക്കുമ്പോൾ ബാങ്കുകൾ അത് കൃത്യമായിട്ട് തടഞ്ഞ് അതൊരു വെർച്വൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായിട്ട് ഇന്നത്തെ പത്രത്തിലൊരു ന്യൂസ് വന്നു. എൻ്റെയൊക്കെ ബാങ്ക് തന്നെയാണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ മുമ്പിൽ ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ പെട്ടെന്ന് പാനിക്കായി പോകുന്ന ഒരവസ്ഥയാണ്. അതിനെ ഒന്ന് രണ്ടാമത്തെ തലത്തിൽ ചിന്തിക്കാനോ മറ്റൊരാളോട് ഒന്ന് ചോദിക്കാനോ ഒന്നും ശ്രമിക്കാതെ പെട്ടെന്ന് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ച് ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ മാനേജർ എടുത്ത് ചോദിക്കുമ്പോഴാണ്, എന്നിട്ട് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ പോലീസിനെയൊക്കെ വിളിച്ച് കൃത്യമായിട്ട് അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥ. ഇത്രമാത്രം പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ എങ്ങനെ ഇവർക്കാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോകുമ്പോൾ പോലും വിഷമിക്കുന്ന ആളുകൾ ഇത്രയും വലിയ എമൗണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരോടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുന്നു പോലുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പ്രത്യേകിച്ച് മാനസികമായ വൈകല്യങ്ങളോ അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങളോ ഒക്കെ ഇടപെടുന്ന സമയത്ത് വളരെ പെട്ടെന്ന്, അല്ലേ, സ്നേഹം നടിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്ത് മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാതെ എത്ര പെട്ടെന്ന് കുട്ടികൾ വശംവദരായി പോകും. പ്രായമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെയാകുമെങ്കിൽ. അപ്പം അവിടെയാണ് ഈ ഇരുണ്ട വലയുടെ ആ ശക്തി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ ഗ്രൂമിംഗ് എന്ന് പറയും, ഗ്രൂമിംഗ് എപ്പോഴും നല്ലതാണ്, എങ്കിലും സൈബർ ഗ്രൂമിംഗ് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിലേക്ക് അകപ്പെടാം ഉള്ള സാധ്യതകൾ. അത് തന്നെയല്ല, ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കൂടെ ശ്രമിച്ചു. നമ്മൾ പലപ്പോഴും അത് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു രീതിയുണ്ടല്ലോ. ഏകദേശം 2 വർഷമായി ഈ പ്രോസസ്സുകളൊക്കെ ഇങ്ങനെ വളരെ പോപ്പുലറായി വന്നിട്ട്, എന്നാൽ പോലും അതിനെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്ത ഒരു മനോഭാവം ഇന്ന് പൊതുവെ മനുഷ്യർ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പണസംബന്ധമായിട്ടൊക്കെ വരുമ്പോൾ അറിയില്ലേ, പലതരത്തിലുള്ള ഇരട്ടി പണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ 4 ഇരട്ടി കിട്ടാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു രീതികൾ. ഈ ഒരു ഡിജിറ്റൽ തലത്തിലുള്ള ഒരു ക്ലാസ്സും കൂടെ തീർച്ചയായിട്ടും നല്ലതായിരിക്കും.
കാരണം എങ്ങനെയാണ് ഡിജിറ്റൽ തലവും അതുപോലെ തന്നെ ഈ സാമ്പത്തിക വശവും തമ്മിലുള്ള കണക്ഷൻ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയ. അപ്പം ഇങ്ങനെയുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം ചെയ്യാൻ പറ്റുന്നത്. നമുക്കത് ചെയ്തുകൊണ്ടേയിരിക്കാം. അല്ലേ സാർ, നിങ്ങളോട് കമന്റ് ചെയ്യൂ. ഓക്കെ സാർ, വളരെ സന്തോഷം. എനിക്ക് ആ ശുദ്ധോധന സാറിനെ കിട്ടി അങ്ങനെ എന്തെങ്കിലും നാല് ചീത്ത വിളിക്കണത് കേൾക്കാൻ വേണ്ടി ഞാനിവിടെ ഇരുന്നത്. സാർ അദ്ദേഹത്തെ വല്ല ഡ്രൈവിങ്ങിലൊക്കെ ആയിരിക്കും. തിരക്കിലായിരിക്കും. ഓക്കെ സാർ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഓക്കെ ഓപ്പണായിട്ട് സംസാരിക്കുക. സാർ. 1930 എന്ന് പറയുന്ന പോലത്തെ നമ്പറുകളുണ്ട്. ആ നമ്പറുകളിൽ കൃത്യമായ സന്ദേശങ്ങൾ കൊടുക്കുക. ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ ചെന്നപ്പെടാതെ കൂടുതൽ ഇപ്പം വരുമ്പോ നമ്മൾ അവയർനെസ്സോടുകൂടി പെരുമാറും. മനസ്സിലായി സാർ, മറ്റൊരാളോടൊന്ന് പറയടാ എനിക്ക് ഇങ്ങനെ ഒരു ചതി വരുന്നു, എന്താണ് സാധനം, ഞാൻ ഇതിൽ പെട്ട ആളല്ല. ഡയലോഗ് ഒന്നും നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ വരുന്നില്ലല്ലോ. ഇതിലേക്ക് നോക്കി ഇതാ ആള് ഡ്രസ്സ് മാറുന്നു, SI ആവുന്നു, അവിടുത്തെയാണ് ഇവിടുത്തെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പാനിക് ആക്കുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒരു ഭയപ്പാടുണ്ടാക്കി ആ വലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ വിരലുകൾക്ക് ജോലി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അത് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ, ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നോക്കാൻ, എന്നിട്ട് ആക്ട് ചെയ്യട്ടെ. ഇതിപ്പോ ആക്ട് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഈ കയ്യിലുള്ളതെല്ലാം എടുത്ത് കൊടുത്ത് കളഞ്ഞിട്ട് അറസ്റ്റ് മാറ്റിയിട്ട് എന്താ കാര്യം? അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ ചിന്ത, അതായത് അവരെ പാനിക് ആക്കുന്ന ചിന്ത, സോഷ്യലായിട്ട് അപമാനിക്കപ്പെടുമോ എന്നൊരു ചിന്ത, ഇതൊക്കെ കൂടി ചേരുമ്പോൾ ചെയ്തു പോകുന്നതാണ്. അപ്പൊ റീതിങ്കിങ്ങിനുള്ള സമയം അവരെടുക്കണേ എന്നൊരു അഭ്യർത്ഥനയും മാത്രമേ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. ബാങ്ക് ഇമോഷണൽ ഡിഫറൻസിയേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകളും ഈ പറയുന്ന വികാരങ്ങളും പ്രവർത്തികളും തമ്മിൽ കൃത്യമായ സമദൂരം പാലിക്കണം. ചിന്തിക്കുമ്പോഴേ വൈകാരികമായ ബന്ധനത്തിൽപ്പെടാനും അതിനുശേഷം പ്രവർത്തിക്കാനും ഇടപെടാതെ ഇതിനിടയിൽ നല്ല ഒരു ഗ്യാപ്പ് കൊടുക്കണം. നമ്മൾ ഇമോഷണൽ ഡിഫറൻസിയേഷൻ, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഇമോഷനാണ് അല്ലേ. ചിന്തകളുടെയും അതുപോലെ പ്രവൃത്തിയുടെയും ഇടയിൽ നിൽക്കുന്ന മീഡിയേഷൻ, ബ്രിഡ്ജിങ് എന്ന് പറയുന്ന ഇമോഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമോഷണൽ ഡിഫറൻസിയേഷൻ വേണം രണ്ട് സൈഡിലേക്ക്. ചിന്തകൾ വന്നാൽ ഉടനെ ഇമോഷനിലേക്ക് പോകാതെ, ഇമോഷൻ വന്നാൽ ഉടനെ പ്രവൃത്തിയിലേക്ക് പോകാതെ ഒരു ബ്രിഡ്ജിങ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഒരു എൻകാപ്സുലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് പറ്റുള്ളൂ. അതിന് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ മറ്റൊരാളുമായിട്ട് സമ്പർക്കപ്പെടേണ്ടതുണ്ട്. സത്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് കൂടി ലയിച്ച് ചേർന്ന് ജീവിക്കാനുള്ളതാണ്. ഇവിടെ ഇങ്ങനത്തെ ഇമോഷൻ വരുമ്പം നമ്മൾ ഒറ്റയായി മാറുമോ? ഞാൻ തന്നെ തീരുമാനമെടുക്കും, ഞാൻ തന്നെയാണ് ഇതിൻ്റെ വിക്ടിം, ഞാൻ തന്നെയാണ് തീരുമാനമെടുക്കുന്നത് പറഞ്ഞ് പെട്ടെന്ന് ഇമോഷണലായി പോവുക. അപ്പോൾ ഇവിടെ ഈ സമയത്ത് സൈലൻസും ഈ ഡിസ്റ്റർബൻസും 3, 4 അല്ലെങ്കിൽ 2, 3 ദിവസമൊക്കെ വെർച്വൽ അറസ്റ്റിൽ ഇരുത്തുമ്പോൾ പോലും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. അല്ലെങ്കിൽ മണിക്കൂറുകൾ ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും മൂന്നാമതൊരു തേർഡ് പാർട്ടിയോട്, ഒരുപക്ഷെ ബന്ധങ്ങളുടെ കുറവായിരിക്കും അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള ബന്ധങ്ങളുടെ റിലേറ്റീവ് തലം കുറവായത് കൊണ്ടായിരിക്കാം. ഒരു ആത്മബന്ധത്തിന്റെ പ്രശ്നമുണ്ട്. രണ്ടാമതൊരു ഈഗോ ഉണ്ട് സാർ, ഒരു ബ്ലാക്ക് ഈഗോ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഭയം, ഞാൻ പറഞ്ഞില്ലേ, പ്രധാനപ്പെട്ട കാര്യം ഭയമാണ്. നമ്മളെ പാരലൈസ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. ഞാൻ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്, ഞാൻ വന്ന ആള് രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്, അനുസരിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പോയി കുടുങ്ങിക്കോ. ആ ഒരു എല്ലാവരുടെയും പറഞ്ഞു പോയി ഇത്രമാത്രം ലക്ഷങ്ങൾ രൂപ കയ്യിലുണ്ടെന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് വരുമല്ലോ എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് തോട്ടായിരിക്കും ഒരു പക്ഷേ. എന്താണേലും ഈ പറഞ്ഞ പോലെ ഈ ഇമോഷണൽ ഡിഫറൻസിയേഷൻ കൃത്യമായിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ പെടും. ഡീസെൻസിറ്റൈസേഷൻ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അതെ, നമ്മൾ ഇന്നലെ വരെ ചിന്തിച്ച കാര്യങ്ങളിൽ നിന്ന് മാറ്റി ഇതാണ് ശരിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതോടെ ഓക്കെ, അതാണല്ലോ കൗൺസിലിംഗിൽ ഈ ഡീസെൻസിറ്റൈസേഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് എടുത്തുപയോഗിക്കുക. ഏതായാലും ഓക്കെ സാർ, നമുക്ക് കാണാം. ഓക്കെ സാർ, താങ്ക് യു. വളരെയധികം ചിന്തിപ്പിക്കാനുള്ള ഒരു വിഷയമാണ്. ചിന്തകളിലൂടെ പോകട്ടെ, കാരണം ചിന്തിക്കാനുള്ള വലിയ അവസരമാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് അല്ലേ. ഇതുപോലത്തെ ഇൻസൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരിക്കൽ കൂടി ആഴത്തിൽ ചിന്തിച്ച് ശാന്തത പാലിച്ച് മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കാൻ, അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും രണ്ടും ഒരുപോലെയാണ്. 7ഉം 70ഉം
ഒന്നെന്ന് പറയുന്ന പോലെ രണ്ടിന്റെയും ഒരേ തലത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സീ യു.